5th standard students, welcome to You and Me Learning. Our third unit is titled Tender Shoots. Tender shoots എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളിരില അല്ലെങ്കിൽ ഇളം നാമ്പ് എന്നൊക്കെയാണ് അർത്ഥം. നമ്മുടെ കൊമ്പുകളിൽ ചെറിയ തളിരുകൾ ഉണ്ടാവുന്നത് കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇളം പച്ച കളറിലുള്ള ഇലകളോടുകൂടി അത് തുടക്കത്തിലൊരു റെഡിഷ് കളറായിരിക്കും, പിന്നെ അത് പച്ച കളറായി പിന്നെയാണ് ഡാർക്ക് ഗ്രീൻ കളറിലേക്ക് വരിക. അങ്ങനെ ഇളം നാമ്പുകൾ പൊട്ടുന്നത് കുട്ടികൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, പ്രത്യേകിച്ച് റോസാ ചെടിയിലൊക്കെ. അപ്പോൾ അതാണ് ടെൻഡർ ഷൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. ആ യൂണിറ്റിലെ ആദ്യ പാഠഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. See this picture, dears. You can see a father and a child there. They are observing, they are enjoying the beauty of a rainbow which is formed there in that nature. A river is also there, different trees are there. Such a beautiful picture it is. After that you can see another picture. In that picture you can see one boy who is walking, singing something. It seems that he is singing something. Butterflies are there, fish is there, a pond is there, different insects are there, beautiful flowers are there. Such a wonderful picture it is, right? So what do you see in this picture? How do you feel? It is a picture of nature in which trees, plants, flowers, butterflies, insects, fish, frog, pond and a boy can be seen. The boy seems to be singing something happily. അപ്പോൾ ഈ ചിത്രത്തിലൊരു കുട്ടി എന്തോ സന്തോഷത്തോടെ പാടിക്കൊണ്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ചിത്രമാണെങ്കിൽ അതിമനോഹരമാണ്. ഒരുപാട് ക്രീച്ചേഴ്സ് അല്ലേ, പ്രകൃതിയിലെ ഒരുപാട് ക്രീച്ചേഴ്സ് അതിലുണ്ട്. പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന മനുഷ്യനാണ് അല്ലേ ആ ചിത്രത്തിൽ കാണുന്നത്. അതിൽ ശരിക്കും ഈ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം തരുന്ന ഒരവസ്ഥയാണ്. സച്ച് എ പ്ലസൻറ്റ് പിക്ചർ ഇറ്റ് ഈസ്. One more question is also given there. Can we think of nature as our friend? Why? നമുക്ക് പ്രകൃതിയെ നമ്മുടെ സുഹൃത്തായിട്ട് കാണാൻ സാധിക്കുമോ, എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. തീർച്ചയായും we can consider nature as our friend. കാരണം നേച്ചറിലേക്ക് നോക്കിയാൽ മതി അല്ലേ, എല്ലാ ദുഃഖങ്ങളും മറന്നു പോവും. ടാഗോർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, പ്രകൃതിയിലുണ്ട് എല്ലാ വിഷമത്തിനുള്ള സൊല്യൂഷൻ എന്നാണ് ടാഗോർ പറയുന്നത്. അപ്പോൾ പ്രകൃതി എപ്പോഴും നല്ലൊരു സുഹൃത്താണ്. നമ്മളുടെ വിഷമങ്ങൾ പങ്കിടാനും അതുപോലെ വിഷമങ്ങൾ ദൂരീകരിക്കാനും സഹായിക്കുന്ന സുഹൃത്താണ് നേച്ചർ. ഇത് നോക്കൂ, ഹിയർ ദ ബോയ് ഈസ് വെരി ഹാപ്പി ആൻഡ് ഈസ് സിംഗിങ് എ സോങ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കുട്ടി എന്തോ പാട്ട് പാടുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് അല്ലേ. അപ്പോൾ കുട്ടി പാടിയ പാട്ട് കേൾക്കാം. ഓ ലിറ്റിൽ ബട്ടർഫ്ലൈ കം ആൻഡ് പ്ലേ വിത്ത് മീ, ദ ഡേ ഈസ് ബ്രൈറ്റ്, ദ സ്കൈ ഈസ് ബ്ലൂ, come and sing with me. Hey little grasshopper, come and dance with me. Friends we have all around, never feel afraid. അപ്പോൾ ഇതിൽ നല്ല മനോഹരമായിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് പാടാം. അപ്പോൾ ബട്ടർഫ്ലൈയോട് പറയാണ്, വരൂ എൻ്റെ കൂടെ കളിക്കാം. നല്ല പ്രകാശപൂരിതമായ ദിവസമാണ്, ആകാശം നല്ല നീല നിറത്തിൽ തെളിഞ്ഞ് കാണുന്നു. വരൂ നമുക്ക് പാടാം, എൻ്റെ ഒപ്പം പാടാം. ഗ്രാസ് ഹോപ്പർ പുൽച്ചാടി വരൂ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യൂ. കൂട്ടുകാരെ വരൂ എൻ്റെ ചുറ്റും നിൽക്കൂ, ഒന്നും പേടിക്കണ്ട, നമുക്ക് കളിക്കാം എന്ന് ആണ് കുട്ടി പ്രകൃതിയിലെ തൻ്റെ സുഹൃത്തുക്കളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആസ് എ പാർട്ട് ഓഫ് ഇൻട്രൊഡക്ഷൻ ഇറ്റ് ഈസ് ഗിവൺ ദേ. ഇനി നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിൻ്റെ പോയത്തിൻ്റെ പേര് ദ മൂൺ എന്നാണ്. ഈ ദ മൂൺ എന്നുള്ള പോയത്തിൽ മെയിനായിട്ട് പറയുന്നത് നേച്ചർ ഈസ് എ ഗുഡ് കമ്പാനിയൻ ആൻഡ് ഗാർഡിയൻ എന്നാണ്. പ്രകൃതി നല്ലൊരു സുഹൃത്തും രക്ഷിതാവുമാണ്, ഗാർഡിയനുമാണ് എന്നാണ് ഈ പോയത്തിൽ പറയുന്നത്. I shall read it first. The moon has a face like the clock in the hall. She shines on thieves on the garden wall, on streets and fields and harbor quays, and birdies asleep in the forks of the trees. അപ്പോൾ ചന്ദ്രൻ എവിടെയൊക്കെയാണ് പ്രകാശം വിതയ്ക്കുന്നത്? ചന്ദ്രൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാളിലെ ഒരു ക്ലോക്ക് പോലെയാണ്. ഷീ ഷൈൻസ്, ചന്ദ്രനെ അമ്പിളി മാമനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അമ്പിളി മാമൻ എന്ന് പറയുമ്പോൾ ഇവിടെ ചന്ദ്രനെ എന്തായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്? ഒരു ഗേൾ അല്ലെങ്കിൽ ഒരു ലേഡി
ഒരു വുമൺ ആണ്, ഫീമെയിൽ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഈ പോയത്തിൽ. ഷീ ഷൈൻസ് ഓൺ തീവ്സ് ഓൺ ദ ഗാർഡൻ വാൾ. അപ്പോൾ മുറ്റത്തെ മതിൽക്കെട്ടിൽ കയറി നിൽക്കുന്ന എന്താണ്, തീവ്സ്, കള്ളന്മാരുടെ മേത്തും. കള്ളന്മാരെ കണ്ടുപിടിക്കാൻ ചന്ദ്രൻ സഹായിക്കും. ഓൺ സ്ട്രീറ്റ്സ്, തെരുവോരങ്ങളിൽ പ്രകാശം വിതയ്ക്കും. ആൻഡ് ഫീൽഡ്സ്, വയലുകളിൽ. ഹാർബറുകളിൽ, ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കടലിൻ്റെ തീരങ്ങളിൽ അല്ലേ, ബീച്ചുകളിൽ. ആൻഡ് ബേർഡീസ്, പക്ഷികൾ. സ്ലീപ്പ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ്, മരത്തിൻ്റെ ചില്ലകളിൽ ഉറങ്ങുമ്പോഴൊക്കെയും അവിടെയൊക്കെയും ആരാണ്, ചന്ദ്രൻ പ്രകാശം എത്തിക്കും. ദ സ്ക്വാലിംഗ് കാറ്റ് ആൻഡ് ദ സ്ക്വീക്കിംഗ് മൗസ്, ദ ഹൗളിംഗ് ഡോഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്, ദ ബാറ്റ് ദാറ്റ് ലൈസ് ഇൻ ബെഡ് അറ്റ് noon, all love to be out by the light of the moon. അപ്പോൾ എല്ലാവരും ഈ മൂൺലൈറ്റ് നൈറ്റിൽ സഞ്ചരിക്കാൻ താല്പര്യമുള്ളവയാണ്. ആരൊക്കെയാണ്, നമ്മുടെ ക്യാറ്റ്, മൗസ്, അതുപോലെ ഡോഗ്, അതുപോലെ തന്നെ ബാറ്റ്. ഇവരൊക്കെയും എന്താണ്, അവർക്കൊക്കെ ഇഷ്ടം എന്താണ്, ഈ ചന്ദ്രൻ നിറഞ്ഞു നിൽക്കുന്ന, ചന്ദ്രപ്രകാശം നിറഞ്ഞു നിൽക്കുന്ന നിലാവുള്ള രാത്രിയിൽ സഞ്ചരിക്കാനാണ് അവയ്ക്കൊക്കെ ഇഷ്ടം. ബട്ട് ഓൾ ഓഫ് ദ തിങ്സ് ദാറ്റ് ബിലോങ് ടു ദ ഡേ cuddle to sleep to be out of her way, and flowers and children close their eyes till up in the morning the sun shall arise. പക്ഷേ ഈ ദിവസത്തിൽ ഉള്ള എല്ലാ വസ്തുക്കളും എന്താണ്, ഉറങ്ങുമ്പോൾ ഉണരുന്നത് ഈ പീസ്ഫുള്ളായിട്ട് ഈ മൂൺലിറ്റ് നൈറ്റിൽ ഉറങ്ങും. വളരെ സന്തോഷത്തോടെ സൂര്യൻ ഉദിക്കുമ്പോൾ ഉണരുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്, മൂൺലിറ്റ് നൈറ്റിനെ ഇഷ്ടപ്പെടുന്നവരെയും മൂൺലിറ്റ് നൈറ്റിനോടൊപ്പം സഞ്ചരിക്കാൻ താല്പര്യമുള്ളവരെക്കുറിച്ചാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. അതാരൊക്കെയാണ്, ഒച്ച വയ്ക്കുന്ന പൂച്ചയും കുരയ്ക്കുന്ന പട്ടിയും അതുപോലെ തന്നെ പകലുറങ്ങുന്ന, ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്ന വവ്വാലും അതുപോലെ തന്നെ കരയുന്ന എലിയും ഒക്കെ രാത്രിയിൽ കണ്ണ് തുറന്ന് ചന്ദ്രനൊപ്പം സഞ്ചരിക്കാൻ താല്പര്യമുള്ളവരാണ്. പക്ഷെ തേർഡ് സ്റ്റാൻസിൽ പറയുന്നത് പകലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ രാത്രി കിടന്നുറങ്ങും, സൂര്യൻ ഉദിക്കുമ്പോൾ ഉണരും. പ്രത്യേകിച്ച് കുട്ടികളും പൂക്കളും. കുട്ടികളെയും പൂക്കളെയും ഒരേപോലെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കുട്ടികളും പൂക്കളും കൺതുറക്കുന്നത് സൂര്യൻ ഉദിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞ് നിർത്തുന്നു. അപ്പോൾ പ്രകൃതി പല രീതിയിലാണ് മനുഷ്യനും മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ലേ. പ്രകൃതി സംരക്ഷകനാണ്, ഒപ്പം കൂട്ടുകാരനുമാണ് എന്നാണ് ഈ കവിതയിലുടനീളം കവി പറഞ്ഞു വയ്ക്കുന്നത്. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ് കേട്ടോ. സ്കോട്ടിഷ് നോവലിസ്റ്റ്, എസ്സേയിസ്റ്റ്, പോയറ്റ് ആൻഡ് ട്രാവൽ റൈറ്റർ ആണ്. ഈസ് ബെസ്റ്റ് നോൺ ഫോർ വർക്ക് സച്ച് ആസ് ട്രഷർ ഐലൻഡ്, കിഡ്നാപ്ഡ് ആൻഡ് എ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ്. അപ്പോൾ ഇതിലെ ട്രഷർ ഐലൻഡ് ഇദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള നോവലാണ്. അപ്പോൾ സ്റ്റീവൻസൺ ആണ് ഈ കൊച്ചു കവിത എഴുതിയിരിക്കുന്നത്. അതിമനോഹരമായ ഈ കവിത പലതവണ ഉരുവിട്ട് വായിക്കേണ്ടതാണ്. ബേർഡി എന്ന് പറഞ്ഞാൽ പക്ഷിക്കുഞ്ഞ്. ചൈൽഡ്സ് ഫോർ എ ബേർഡ്. കഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹോൾഡ് ക്ലോസ് ഇൻ വൺസ് ആംസ് ടു ഷോ അഫെക്ഷൻ, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതാണ് കഡിൽ എന്ന് പറയുന്നത്. ഫോക്സ് എന്ന് പറഞ്ഞാലോ FORKS, ഫോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചസ് ആണ്, മരക്കൊമ്പുകളാണ്. ക്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നമ്മുടെ കപ്പലുകളിൽ ചരക്ക് കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന സ്ഥലം, ഹാർബറുകളിൽ. അങ്ങനെ മെറ്റൽ പ്ലാറ്റ്ഫോം, മനുഷ്യർക്ക് നിൽക്കാനുള്ള ഒരു സ്ഥലം, അതാണ് ക്വേ. സ്ക്വാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ക്രൈ നോയ്സിലി സ്ക്വീക്കോ മേക്ക് എ ഹൈ പിച്ച്ഡ് സൗണ്ട് ഓർ ക്രൈ. സ്ക്വീക്കും സ്ക്വാലും ക്രൈ എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, see the question answers given here. Have you ever walked in the moonlight? What do you feel when you see the moon in the sky? ചോദ്യം ഇതാണ്, നല്ല നിലാവുള്ള രാത്രിയിൽ നടന്നിട്ടുണ്ടോ? അപ്പോൾ എന്താണ് തോന്നിയിരിക്കുന്നത്? ആ നിലാവുള്ള രാത്രിയിൽ മനോഹരമായ ചന്ദ്രനെ കണ്ടപ്പോൾ എന്ത് തോന്നി? യെസ്, ഐ ഹാവ് വാക്ക്ഡ് ഇൻ ദ മൂൺലൈറ്റ് അല്ലേ. നമ്മളെന്തായാലും നിലാവുള്ള രാത്രിയിൽ ഒന്നല്ലേലും മുറ്റത്തിറങ്ങി നടന്നിട്ടുണ്ടാവും അല്ലേ. ഐ ഫീൽ ഹാപ്പി വെൻ ഐ സീ ദാറ്റ് ദ മൂൺ ഈസ് വാക്കിംഗ് വിത്ത് മീ. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കൂടെ ചന്ദ്രനും നടക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. അതും കൂടെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാവും അല്ലേ. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനോ, വാട്ട് ഈസ് ദ മൂൺസ് ഫേസ് കമ്പയർഡ് ടു? അപ്പോൾ ഇവിടെ സ്റ്റീവൻസൺ ചന്ദ്രമുഖത്തെ എന്തിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ദ മൂൺസ് ഫേസ് ഇസ് കമ്പയർഡ് ടു എ ക്ലോക്ക് ഇൻ ദ ഹാൾ. ഹാളിലെ ഒരു ക്ലോക്കിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് അല്ലേ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ അക്കോർഡിംഗ് ടു ദ പോയിറ്റ് ഡു ബേർഡ് സ്ലീപ്പ് അറ്റ് നൈറ്റ്? എവിടെയാണ് പക്ഷികൾ ഉറങ്ങുന്നത് എന്നാണ് കവി പറയുന്നത്. അക്കോർഡിംഗ് ടു ദ പോയിറ്റ്, ബേർഡ് സ്ലീപ്പ് ഇൻ ദ ഫോക്സ് ഓഫ് ട്രീസ് അറ്റ് നൈറ്റ്. രാത്രിയിൽ മരച്ചില്ലകളിൽ കിടന്നാണ് പക്ഷികൾ ഉറങ്ങുന്നത്. വേർ ഡസ് ദ മൂൺ ഷൈൻ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബീംസ്? എവിടെയാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്? ചന്ദ്രൻ്റെ മനോഹരമായ രശ്മികൾ എവിടേക്കാണ് എത്തുക? ദ മൂൺ ഷൈൻസ് ആൻഡ് സ്പ്രെഡ്സ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബീംസ് ഓൺ thieves on the garden wall, on streets, fields, harbors and the birds sleeping in the trees. എവിടേക്കാണ് ചന്ദ്രപ്രകാശം എത്തുന്നത്? മനോഹരമായിട്ടുള്ള തെരുവുകളിലും വയലുകളിലും ഹാർബറുകളിലും മരക്കൊമ്പുകളിൽ ഉറങ്ങുന്ന പക്ഷികളിലും മാത്രമല്ല, കള്ളന്മാരുടെ മേത്തും പതിക്കും അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ കുഡ് ദ ഡോഗ് ബി ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്? വീടിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് തന്നെ പട്ടിക്കുട്ടി കുരയ്ക്കുന്ന എന്തുകൊണ്ടായിരിക്കാം എന്നാണ് ചോദ്യം. ദ ഡോഗ് കുഡ് ബി ഹൗളിംഗ് ബിക്കോസ് ഇറ്റ് ഹാസ് സീൻ ദ thieves ഓൺ ദ ഗാർഡൻ വാൾ. ഗാർഡൻ വാളിൽ കള്ളനെ കണ്ടിട്ടാവാം എന്താണ് അപ്പോൾ മുറ്റത്തെ പൂന്തോട്ടത്തിൻ്റെ മതിൽക്കെട്ടിൽ കള്ളനെ കണ്ടതുകൊണ്ടായിരിക്കാം പട്ടി കുരച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ക്രീച്ചേഴ്സ് ദാറ്റ് ലൈക്ക് ടു സ്പെൻഡ് ടൈം ഇൻ ദ മൂൺലൈറ്റ്? നിലാവുള്ള രാത്രിയിൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവജാലങ്ങൾ ഏതൊക്കെയാണ്? ദ ക്രീച്ചേഴ്സ് ലൈക്ക് കാറ്റ്സ്, മൈസ്, ഡോഗ്സ് ആൻഡ് ബാറ്റ്സ് ആർ ഇൻട്രസ്റ്റഡ് ടു സ്പെൻഡ് ടൈം ഇൻ മൂൺലൈറ്റ്. അപ്പോൾ നിലാവുള്ള രാത്രിയിൽ മെയിനായിട്ട് ഉണർന്നിരിക്കുന്നവ ആരൊക്കെയാണ്? പൂച്ചകളും എലികളും പട്ടികളും അതുപോലെ ബാറ്റ്സ് വവ്വാലുകളുമാണ്. ഹൗ ലോങ് ഡു ദ ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ സ്ലീപ്പ് ആൻഡ് ടേക്ക് റെസ്റ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ എത്രത്തോളം നേരം കുട്ടികളും പൂക്കളും കിടന്നുറങ്ങും? ദ ചിൽഡ്രൻ ആൻഡ് ദ ഫ്ലവേഴ്സ് സ്ലീപ്പ് ആൻഡ് ടേക്ക് റെസ്റ്റ് ഓൾ നൈറ്റ് ടിൽ ദ സൺ റൈസസ്. രാത്രി മുഴുവൻ കിടന്നുറങ്ങും അല്ലേ. പൂക്കളും കുട്ടികളും രാത്രി മുഴുവൻ സൂര്യൻ ഉദിക്കും വരെ കിടന്നുറങ്ങും എന്നാണ് കവിതയിൽ പറയുന്നത്. സീ ദ ഫസ്റ്റ് ആക്ടിവിറ്റി. ഈ ആദ്യത്തെ ആക്ടിവിറ്റിയിൽ പക്ഷികളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ സൗണ്ട് ചേർത്തിട്ട് പറയുന്നുണ്ട്. ചിർപ്പിംഗ് ബേർഡ്സ്, ട്രംപറ്റിംഗ് എലഫൻസ് എന്നൊക്കെ. അപ്പോൾ സിമിലർ വേർഡ്സ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഫ്രം ദ പോയം. അപ്പോൾ ഏതൊക്കെയാണ്? സ്ക്വാലിങ്, സ്ക്വീക്കിങ്, ഹൗളിങ് ഒക്കെ പോയത്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ വേർഡ്സാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ്. പോയം നന്നായി വായിക്കുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ദ thieves, ബാക്കിയുള്ള സെൻറ്റൻസ് വരികൾ പൂരിപ്പിക്കണം. ദ thieves ആർ ഓൺ ദ ഗാർഡൻ വാൾ അല്ലേ. ദ ബേർഡ്സ് ആർ asleep in the forks of the trees. The bat lies in bed at noon. The dog is howling by the door of the house. The children sleep till the sun rises. ഇപ്പോൾ എല്ലാം മാച്ച് ചെയ്യാൻ സാധിച്ചല്ലോ. ഇനി മറ്റൊരു ആക്ടിവിറ്റി 3 ആണ്. ഇതിൽ നമുക്ക് റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കണം കൂട്ടുകാരെ. പോയത്തിൽ നിന്നുള്ള റൈമിംഗ് വേർഡ്സ്, കുറച്ച് റൈമിംഗ് വേർഡ്സ് അവിടെ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള റൈമിംഗ് വേർഡ്സ് നമ്മൾ ബലൂണുകളിൽ എഴുതി വെക്കണം. മനോഹരമായ ബലൂണുകൾ വരച്ചുകൊണ്ടും നോട്ടുകളിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഹാൾ, വാൾ, മൗസ്, ഹൗസ്, ഡേ, വേ, നൂൺ, മൂൺ, ഐസ്, റൈസ് എന്നിവയാണ് അടുത്ത റൈമിംഗ് വേർഡ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവയൊക്കെ നമ്മുടെ ഈ ബലൂണുകളിൽ ഫില്ല് ചെയ്ത് മനോഹരമായ ആക്ടിവിറ്റിയാക്കി നിങ്ങൾക്കിത് മാറ്റാവുന്നതാണ്. ലാസ്റ്റത്തെ ഒരു ആക്ടിവിറ്റി, കളക്ട് സിമിലർ നേച്ചർ പോയംസ്, റൈറ്റ് വൺ ഓഫ് ദം ബിലോ ആൻഡ് റിസൈറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേച്ചർ പോയംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നേച്ചർ പോയംസ് നമുക്ക് കിട്ടും. അതിൽ 4 വരിയുള്ള ഒരു കൊച്ചു പോയം എടുത്തിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് സ്നോ എന്നാണ് പോയത്തിൻ്റെ പേര്. ഫസ്റ്റ് സ്നോ, ആദ്യത്തെ മഞ്ഞ്. സ്നോ മേക്സ് വൈറ്റ്നസ് വേർ ഇറ്റ് ഫോൾസ്, എവിടെ വീണാലും അത് വെള്ള കളറിലാക്കും അല്ലേ, പ്യുവറാക്കി മാറ്റും സ്നോ. ദ ബുഷസ് ലുക്ക് ലൈക്ക് പോപ്കോൺ ബോൾസ്, പോപ്കോൺ പോലെയാണ് ബുഷസ് ഒക്കെ ഇരിക്കുന്നത്, കുറ്റിച്ചെടികളൊക്കെ ഇരിക്കുന്നത്. ആൻഡ് പ്ലേസസ് വേർ ഐ ഓൾവേസ് പ്ലേ, ഞാൻ കളിക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഇതേപോലെ ഇരിക്കുന്നത്. ലുക്ക് ലൈക്ക് സംവെയർ എൽസ് ടുഡേ, ഇന്ന് മറ്റൊരാളുടെ പോലെയുള്ള സ്ഥലമായിട്ട് മാറും. മഞ്ഞ് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥലങ്ങളൊക്കെ ആകെ മാറിപ്പോവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നേച്ചർ പോയംസ് ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ്. കൂട്ടുകാർ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നതും 1-2 എണ്ണം കൂടെ പഠിക്കുന്നതും നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു.